അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപ്പതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. വടക്കാഞ്ചേരി എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിന്റെ 100ാം വാർഷികം നിറവ് വർണ്ണാഭമായി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റപ്പള്ളി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിന്റെ 100ാം വാർഷികം നിറവിനോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന 100 ദിന പരിപാടികളുടെ 100ാം ദിനവും വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്മരണിക പ്രകാശനവും വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ സർക്കാർ വിദ്യാലയങ്ങൾ മികവിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി മാറുകയാണ്. ഇവിടെ തന്നെ 200ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് ഒരു വലിയ നേട്ടമാണ്. നേരത്തെ ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ ഒക്കെ തന്നെ കുറവിൻ്റെ ഭാഗമായി നമുക്ക് ഡിവിഷൻ പോളൊക്കെ വന്ന് അധ്യാപകരുടെയൊക്കെ തന്നെ ജോലി അധ്യാപക ബാങ്കിലേക്ക് പോയി അങ്ങനെ ഒക്കെയുള്ള ഒരു പീരീഡ് ഉണ്ടായിരുന്നു. 2016 മുമ്പ് 2013-14 കാലത്തൊക്കെ അത്തരമൊരു പ്രശ്നം നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ എക്കണോമിക് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ലാഭകരമല്ല എന്ന കാരണം കൊണ്ട് അത്തരം വിദ്യാലയങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്നല്ല, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് പിന്നെ വലിയ ചർച്ചകൾ ഉയർന്നു വന്ന കാലം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ലാപ്ടോപ്പുമായി ആണ് നമ്മുടെ അധ്യാപകൻ വരവേൽക്കുന്നത്. അധ്യാപകർ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനി സീരിയൽ ആർട്ടിസ്റ്റ് പ്രിയങ്ക വിശിഷ്ടാതിഥിയായി. എനിക്കിവിടെ സത്യം പറഞ്ഞാൽ വന്നതിൽ വളരെ സന്തോഷം. നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് എല്ലാ ക്ലാസ് റൂമിലൊക്കെ ഒന്ന് കയറണം, ടീച്ചറെ കാണാൻ. ശാരദ ടീച്ചർ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട ടീച്ചറാണ് ശാരദ ടീച്ചർ. അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് കെട്ടിപ്പിടിക്കണം ടീച്ചറെ, എനിക്ക് ആഗ്രഹമാണ്. സന്തോഷം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സുന്ദരിയായ ഹെഡ് മിസ്സസിനെ കിട്ടിയിട്ടുണ്ട്, ഗിനിത ഗിൽബർട്ട്. എന്താ സംസാരം കാര്യങ്ങളൊക്കെ. അവരുടെ കയ്യിൽ ഭദ്രമാണ് ഈ സ്കൂള്. അവർ വിചാരിച്ചിട്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ സാധിച്ച ആ ടീച്ചറുടെ കഴിവുകൊണ്ട് തന്നെയായിരിക്കും എൻ്റെ മനസ്സ് പറയുന്നു. എന്തായാലും ഇത്രയും നല്ലൊരു ടീച്ചറും സുന്ദരികളായ ഒരേപോലെ യൂണിഫോം എത്ര സുന്ദരികളായ ടീച്ചേഴ്സാണ് കൂടെയുള്ളത് നോക്കുന്നത്. അവരെല്ലാവരും കൂടി ഇത്രയും മനോഹരമാക്കിയത്. കൂടുതലും സ്ത്രീകളാണ്. സുഗമതയിലൊക്കെ കാണാറുണ്ടാവുമല്ലേ? എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ല കേട്ടോ. അത് ആ സീരിയലിലുള്ള സ്വഭാവമാണ്. ഞാൻ വളരെ പാവമാണ്. അപ്പോൾ എനിക്കും ഉള്ള പ്രോത്സാഹനം നിങ്ങളുടെ കയ്യിൽ നിന്നേ ഉള്ളൂ. സീരിയലൊക്കെ കാണണം. പിന്നെ വേറെന്താ പറയാ, എല്ലാരും കണ്ടതിലുള്ള സന്തോഷം മാത്രമേ കൂടുതൽ പറയാം. സംവിധായകനും സാഹിത്യകാരനുമായ റഷീദ് പാറക്കൽ സ്മരണിക പ്രകാശനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ എൻഡോവ്മെന്റ് വിതരണം നടത്തി. വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, അധ്യാപിക അശ്വതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൗൺസിലർമാരായ ഷീല S കൃഷ്ണ, KA വിജേഷ്, മച്ചാട് RFO R ആനന്ദ്, വടക്കാഞ്ചേരി RFO അശോക് രാജ്, വാഴാനി ഡെപ്യൂട്ടി RFO വിനോദ് പള്ളിപ്പുറത്ത്, വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ പ്രദീപ് PV, BRC BPC ജയപ്രഭ CC, പ്രധാനാധ്യാപിക ഗിനിത ഗിൽബർട്ട്, മുൻ പ്രധാനാധ്യാപകൻ പ്രദീപ് MB, PTA പ്രസിഡന്റ് അഞ്ജലി മണികണ്ഠൻ, മദർ PTA പ്രസിഡന്റ് നീതു ഗോപിനാഥ്, OSA പ്രസിഡന്റ് ബാബുരാജൻ കിഴക്കേടത്ത്, പ്രോഗ്രാം കൺവീനർ ബിന്ദു K തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സ്കൂൾ കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും കളിയരങ്ങ് ഫോക്ക് മ്യൂസിക് ബാൻഡിന്റെ പരിപാടിയും അരങ്ങേറി. രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടി ആസ്വദിക്കുവാൻ എത്തിയിരുന്നു.
VCV ന്യൂസ് എങ്കക്കാട്. You are watching VCV News.